പ്രകാശേട്ടാ, പ്രകാശേട്ടാ, സാധാരണ ഫുൾ ടൈം കണക്ക് കൂട്ടലും കിഴിക്കലൊക്കെയാണല്ലോ പതിവ്. ഈ മൊബൈൽ നോക്കിയിരുപ്പോ പതിവുള്ളതല്ലോ. ഇനി വല്ല ചാറ്റിങ്ങോ മറ്റോ തുടങ്ങിയോ? വിശ്വസിക്കാൻ പറ്റില്ല. വയസ്സായി വരുന്തോറുവാ ആണുങ്ങൾക്ക് ഇളക്കം കൂടുന്നത്. പ്രകാശേട്ടാ, ഞാൻ വിളിച്ചിട്ട് പോലും അറിയാതെ നിങ്ങൾ ആരെയും കണ്ട് ആസ്വദിക്കുന്നെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, എന്താ ഇങ്ങനെ? അച്ഛന്റെ ഫോട്ടോ പ്രകാശേട്ടന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാ. വെറുതെ ഗാലറി നോക്കിയപ്പോ അച്ഛൻ്റെ ഒരു ഫോട്ടോ കണ്ടു. അച്ഛൻ മാധവൻ നായർ. ഒരുപാടിഷ്ട അച്ഛനെന്നെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്. ഞാനും വസന്തയും ഇരട്ടകളായിരുന്നല്ലോ. വസന്തയ്ക്കന്ന് കുശുമ്പോ കുന്നായ്മയോ ഒന്നുമില്ലായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പാവമായിരുന്നു അവള്. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവരും. ഒരു തരം 1 രൂപ തൊട്ടോളം വലിപ്പമുള്ള ബിസ്ക്കറ്റ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അച്ഛനത് വീതം വെച്ച് തരും. എന്നും എനിക്കായിരിക്കും അച്ഛൻ 2 എണ്ണം കൂടുതൽ തരുന്നത്. ഒരുപക്ഷെ തളരുമ്പോൾ അച്ഛന് തണലാവെന്ന് കരുതിയിട്ടായിരിക്കും. പ്രകാശേട്ടാ, പ്രകാശേട്ടന് ഇത് എന്തു പറ്റി? എന്തിനിപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല, ഒന്നുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ചപ്പോ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ? നിനക്കറിയോ, അന്നൊക്കെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ കുട്ടിയായിരുന്നു എന്നെ കൂടെ കൂട്ടുമായിരുന്നു അച്ഛൻ. കൈ പിടിച്ച് നടന്ന് പറഞ്ഞില്ല, ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ആ നടത്തമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ആ കൈ ഒന്നുകൂടി മുറുക്കി പിടിക്കായിരുന്നു. പ്രകാശേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ? മാനത്തെ കൊട്ടാരം